PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF-ൽ തമ്മിൽ തല്ല് തുടരുന്നു. മുസ്ലിം ലീഗിന് വഴങ്ങി മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത പരസ്യമാക്കി കൂടുതൽ നേതാക്കൾ രംഗത്ത്. പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ UDF കൺവീനറും നിലപാട് മാറ്റിയതോടെ വിവാദം പുകയുകയാണ്. ഇടതുമുന്നണിയിൽ CPM-CPI പോരിനിടയാക്കിയ PM-ശ്രീ പദ്ധതി UDF-നും കീറാമുട്ടിയായിരിക്കുകയാണ്. പദ്ധതി തുടരാൻ സർക്കാർ ധാരണയിലെത്തിയെങ്കിലും മുസ്ലിം ലീഗിന് ശക്തമായ എതിർപ്പുണ്ട്. പ്രതിപക്ഷമാകട്ടെ U-ടേൺ സർക്കാർ എന്ന് പരിഹസിക്കുകയാണ്. ഇതിനിടെ മുസ്ലിം ലീഗിന് വഴങ്ങുന്നത് UDF-ന് ക്ഷീണമുണ്ടാക്കുമെന്നാണ് ഒരു കൂട്ടം നേതാക്കന്മാരുടെ അഭിപ്രായം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പദ്ധതിയെ UDF ശക്തമായി എതിർത്തിരുന്നു. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ലീഗ് വ്യക്തമാക്കിയതാണ്. എന്നാൽ അധികാരത്തിലേറിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം UDF യോഗം ചേർന്നിരുന്നു. യോഗത്തിന് പിന്നാലെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതായി UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ലീഗ് മുഖം കറുപ്പിച്ചതോടെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി. പദ്ധതി തുടരാനുള്ള നീക്കത്തിൽ ലീഗിന് ശക്തമായ അമർഷമുണ്ട്. പദ്ധതി സ്വന്തം വകുപ്പിലാണ് നടപ്പിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും തടയിടാനാണ് ലീഗ് ഒരുങ്ങുന്നത്. ഇതിന് മുഖ്യമന്ത്രിയെ ഒപ്പം നിർത്താനും ലീഗ് ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗിന് വഴങ്ങി മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത പരസ്യമാക്കി കൂടുതൽ നേതാക്കൾ രംഗത്ത് വരികയാണ്. പല കാര്യങ്ങളിലും UDF ലീഗിന് മുന്നിൽ കുമ്പിടുന്നതിൽ മുതിർന്ന നേതാക്കന്മാർക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ഇതിനിടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ UDF കൺവീനറും നിലപാട് മാറ്റിയതോടെ വിവാദം പുകയുകയാണ്. ലീഗിന് UDF വഴങ്ങുന്നുവെന്ന വിവാദങ്ങൾ തുടരുന്നതിനിടെ ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടാകാം തീരുമാനങ്ങൾ എന്നാണ് UDF കൺവീനറുടെ പുതിയ നിലപാട്. ജനം, തിരുവനന്തപുരം.